ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമുക്ക് കേൾക്കേണ്ടതായിട്ടുള്ളത് മുചുകുന്ദ മോക്ഷം. മുചുകുന്ദൻ സൂര്യവംശത്തിൽ പിറന്ന രാജാവ്. ഇത് ഈ ദശമസ്കന്ധത്തിലെ ഉത്തരാർത്ഥത്തിൽ വരുന്നു. അതിലെ 51-ാമത് അധ്യായം. ആ അധ്യായത്തിലാണ് ഈ മുചുകുന്ദ മോക്ഷം കഥ ആരംഭിക്കുന്നത്. സൂര്യവംശത്തിൽ പിറന്ന രാജാവ് യുവനാശ്വന്റെ പുത്രനായ മാന്ധാതാവിന്റെ പുത്രൻ, അദ്ദേഹമാണ് മുചുകുന്ദൻ. അദ്ദേഹം പരമധാർമ്മികനായിരുന്നു. നമുക്കറിയാമല്ലോ, ദേവലോകത്തിന് പലപ്പോഴും അസുരന്മാരുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. ദേവന്മാർ പലപ്പോഴും അസുരന്മാരെ തോൽപ്പിച്ച് ഓടിക്കും. അങ്ങനെ നിർത്തി ഉള്ള അവസരത്തിലെല്ലാം ദേവന്മാരെ ഒറ്റയ്ക്ക് നിന്ന് തന്നെ യുദ്ധം ചെയ്ത അസുരന്മാരെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ദേവന്മാർ എന്ത് ചെയ്യും? ഭൂമിയിലെ കർത്തന്മാരായ ധാർമ്മികന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടോ എന്ന് നോക്കും. സൂര്യവംശവും ചന്ദ്രവംശവും അങ്ങനെയുള്ള രാജാക്കന്മാരുടെ വംശങ്ങളാണ്. അങ്ങനെയുള്ള രാജാക്കന്മാര് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അസുരന്മാരെ ആക്രമിക്കുന്ന അവസരത്തിൽ അസുരന്മാരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഘട്ടം വരുമ്പോ ഇന്ദ്രൻ അങ്ങനെയുള്ള രാജാക്കന്മാരെ കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് അവരുടെ സഹായത്തിൽ അസുരന്മാരെ തോൽപ്പിക്കും. അതിന് സാധ്യമല്ലാതെ വരുമ്പോഴേക്കും പിന്നെ പരമാത്മാവിനെ തന്നെ ശരണം പ്രാപിക്കും. അപ്പോൾ വിഷ്ണു തന്നെ വന്ന് അസുരന്മാരെ തോൽപ്പിച്ച് ദേവന്മാരുടെ ദേവലോകത്തെ രക്ഷിക്കുന്നതും നമ്മൾ കാണും. സഹോദരങ്ങളാണ് അസുരന്മാരും ദേവന്മാരും. എങ്കിലും അസുരന്മാർക്ക് ദേവന്മാരോട് സ്പർദ്ധ ഏറെ ഉണ്ട്. ദേവന്മാർക്കും വലിയ കുറവൊന്നുമില്ല. അസുരന്മാരോട് അവർക്കും ഉണ്ട് സ്പർദ്ധ. ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ യുദ്ധം ഉണ്ടാവുന്നത് സാധാരണ. അങ്ങനെ അസുരന്മാരുടെ അതിക്രമം കൊണ്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോ ഇന്ദ്രൻ നോക്കി. അപ്പോ മുചുകുന്ദൻ ഉണ്ട് ഭൂമിയില്. മുചുകുന്ദനെ അദ്ദേഹം കൊണ്ടുപോയി. മുചുകുന്ദൻ വീരനായ രാജാവാണ്, യോദ്ധാവാണ്. അദ്ദേഹം അസുരന്മാരെ എല്ലാം തോൽപ്പിച്ച് ദേവലോകത്തെ രക്ഷിച്ചു. തുടരെ അസുരന്മാരുടെ അതിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം മുചുകുന്ദൻ അവരെ തോൽപ്പിച്ചോടിച്ച് ദേവലോകത്തെ സംരക്ഷിച്ചു പോന്നു. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അപ്പോഴേക്കും മുചുകുന്ദന് ഭൂമിയിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ള ആഗ്രഹം. മുചുകുന്ദൻ ഇന്ദ്രനോട് പറഞ്ഞു, ഏറെക്കാലമായിട്ട് ഞാൻ ഈ ദേവലോകത്തെ രക്ഷിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണം. എൻ്റെ ഭാര്യയുണ്ട് അവിടെ ഭൂമിയിൽ, അതേപോലെ തന്നെ മക്കളുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, അവരെയൊക്കെ കാണണം. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, അവരെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവരാരും ഇപ്പൊ അവിടെ ഇല്ല. എന്താ? ഭൂമിയിലെ കാലത്തിന്റെ അളവും ദേവലോകത്തിലെ കാലത്തിന്റെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടത്തെക്കാളും പതുക്കെയാണ് അവിടെ കാലം നീങ്ങുക. അതിന്റെ കാരണമൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പൊ ഒന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ആദി പരാശക്തി കണ്ണ് ഒന്ന് തുറന്ന് അടയ്ക്കുന്ന നിമിഷം കൊണ്ട് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായി. അനന്തകോടി വർഷങ്ങളുടെ അനുഭവം ഈ ലോകത്തിൽ ജീവരാശിക്കുണ്ടായി. എല്ലാം ചെന്ന് ആദിപരാശി ശക്തിയിൽ ലയിക്കും. അതാണ് സഹസ്രനാമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഉന്മേഷ നിമേഷ ഉത്പന്ന വിപന്ന ഭുവനാവള്ളി നമായെന്ന്. ദേവി കണ്ണെന്ന് തുറക്കുമ്പോഴേക്കും
ഈ ഭുവനാവളി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവും. ദേവി കണ്ണൊന്ന് അടയ്ക്കും പിടിക്കും, ഇതെല്ലാം തിരിച്ചു ലയിക്കും. ഇതിനിടയ്ക്ക് ഈ കണ്ണൊന്ന് തുറന്നടയ്ക്കാൻ എത്ര നേരം? 1 സെക്കൻഡ് പോലും ഇല്ല. അതാണ്, അത് സ്പന്ദനമല്ല, സ്പന്ദം മാത്രമാണ്. കാലമില്ല അവിടെ. കാലമില്ലാത്ത തലത്തിലാണ് ദേവി കണ്ണ് തുറന്നടക്കുന്നത്. ഇവിടെയോ എത്രയോ അനന്തകോടി വർഷങ്ങൾ അത്രയും കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഇതാണ് കാലത്തിന്റെ ഒരു അത്ഭുത പ്രതിഭാസം. അങ്ങനെ അവിടെ ഭൂമിയിലെ ആയിരത്താണ്ടുകൾ കടന്നുപോയി. അങ്ങ് ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ. അതുകൊണ്ട് ഇപ്പൊ അവിടെ പോയാൽ അതിലൊന്നും കാണാൻ പറ്റൂല. അങ്ങേ അറിയുന്നവരാരും അവിടെ ഭൂമിയിലില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞു, മുരുകുന്ദൻ പറഞ്ഞു, ഏതായാലും ഞാൻ ഏറെക്കാലായി ഉറങ്ങിയിട്ട് എനിക്ക് നല്ല ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്. എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണം, അതിന് അനുവദിക്കണം. ഞാൻ ഉറങ്ങുന്നതിനിടയ്ക്ക് ആരും വന്ന് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ തന്നെത്താനും ഉണരണം. അങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്നെ കണ്ണു തുറക്കുമ്പോൾ അവർ ഭസ്മമായി പോകുന്നതാണ്. ഇങ്ങനെയൊക്കെ മുരുകുന്ദൻ ദേവേന്ദ്രനോട് പറഞ്ഞു. ദേവേന്ദ്രൻ പറഞ്ഞു, ആ വരങ്ങളെല്ലാം തന്നിരിക്കുന്നു. അങ്ങനെ മുരുകുന്ദൻ ഭൂമിയിൽ വന്ന് ആരും വന്ന് ശല്യം ചെയ്യാത്തൊരിടത്ത് ഒരു വലിയൊരു പർവ്വതത്തിന്റെ ഗുഹയ്ക്കുള്ളില് കഠിനമായി ഇരുട്ടാടെ, അങ്ങോട്ട് ആരും വരില്ല, അവിടെ കിടന്ന് സുഖമായി ഉറങ്ങുക. പരമഭക്തനാണ്. അപ്പോ വാസുദേവ കൃഷ്ണൻ തീരുമാനിച്ചു, മുരുകുന്ദന് മോക്ഷം കൊടുക്കാനുള്ള സമയമൊക്കെ ഇത് അടുത്തു വരുന്നു. അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ലോകത്തിൽ എല്ലാവരുടെയും കാര്യം ഭഗവാൻ കൃത്യമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ എല്ലാം ഉള്ളിലിരുന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾ ഭഗവാൻ തന്നെയാണ് നോക്കുന്നത്. ഒന്നിലും അദ്ദേഹത്തിന്റെ കണക്ക് തെറ്റില്ല. ആ അവസരത്തില് ഇവിടെ ഭഗവാൻ ഇപ്പോ മധുരയിലാണ്. കംസനിഗ്രഹം കഴിഞ്ഞ് മുത്തച്ഛനായിരിക്കുന്ന ഉഗ്രസേനനെ രാജാവായിട്ട് വാഴിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആജ്ഞയോടുകൂടി അച്ഛനമ്മമാരെ മോചിപ്പിച്ചു. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ്. അവരുടെ അനുവാദത്തോടുകൂടി പഠിക്കാനായിട്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി. ജ്യേഷ്ഠാനുജന്മാർ അവിടെ 64 ദിവസം കൊണ്ട് പഠിച്ചു. എല്ലാ അറിവും അദ്ദേഹത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അതിന്റെ ക്രമം അനുസരിച്ചിട്ട് അദ്ദേഹം ചെയ്യും. എന്നിട്ട് തിരിച്ചു വന്നു. അങ്ങനെ സുഖമായിട്ട് ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ മഗധയിലെ രാജാവ് ജരാസന്ധൻ യാദവന്മാരോട് തോന്നിച്ചിരിക്കുക. എന്താ? ജരാസന്ധന്റെ മക്കളായിരിക്കുന്ന പെൺമക്കളായിരിക്കുന്ന അസ്ഥിയെയും പ്രാപ്തിയെയുമാണ് കംസൻ വിവാഹം കഴിച്ചിരുന്നത്. കംസൻ കൊല്ലപ്പെട്ടപ്പോഴേക്കും അവർ വിധവകളായി. അവർ കരഞ്ഞു വിളിച്ചുകൊണ്ട് മഗധയിലേക്ക് വന്നു. അപ്പോ ഈ യാദവന്മാരെ, അവരുടെ നേതാവായിരിക്കുന്ന കൃഷ്ണനെ, ബലഭദ്രനെ, അവരെ ശിക്ഷിച്ചേ പറ്റി, അവരെ സംഹരിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ജരാസന്ധൻ 23 അക്ഷൗഹിണികളുമായിട്ട് അങ്ങോട്ട് വന്നു ഈ മധുരാപുരി ആക്രമിക്കാൻ. ഭയങ്കരമായി യുദ്ധമുണ്ടായി. കൃഷ്ണനും ബലഭദ്രനും കൂടി ആ 23 അക്ഷൗഹിണികളെയും തീർത്തു. ജരാസന്ധൻ മാത്രമായി ഈ ലോകം കണ്ടിട്ടുള്ള വലിയ പോരാളിയാണ് ജരാസന്ധൻ. പക്ഷെ അയാൾ മാത്രമായി. അപ്പൊ ബലഭദ്രൻ അയാളെ കൊല്ലാനായിട്ട് ചാടുക. കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, വിട്ടേക്കണം. എന്താ? കൃഷ്ണൻ അത് വേറൊരു അക്കൗണ്ടിൽ പെടുത്തി വെച്ചിരിക്കുകയാണ്, ഭീമനെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ട്. ഭീമൻ കൊന്നാ മതി ഈ ജരാസന്ധൻ. അതുകൊണ്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, വേണ്ട, വിട്ടേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജരാസന്ധൻ തിരിച്ചുപോയി, ഒറ്റയ്ക്ക് തിരിച്ചുപോയി. 23 അക്ഷൗഹിണിയുമായിട്ട് വന്നയാള് അനേക ലക്ഷം ആളുകളാ. ഏകനായി തിരിച്ചുപോയി. പക്ഷെ അയാൾ ഉണ്ടായിരുന്നില്ല. വീണ്ടും 23 അക്ഷൗഹിണി സംഘടിപ്പിച്ചു. വീണ്ടും വന്നു ആക്രമിക്കാൻ. അപ്പോൾ ഇത് തന്നെ ആവർത്തിച്ചു. 17 തവണ വന്നു. ഇത് തന്നെ 17 തവണ ആവർത്തിച്ചു. ആരാ ഈ ജരാസന്ധൻ? ഈ ശരീരമാണ് ഞാൻ എന്നുള്ള നമ്മുടെ ഉള്ളിൽ വിചാരമില്ല. അതാണ് ജരാസന്ധൻ. ഇതിനെല്ലാം 2 അർത്ഥമുണ്ട്. ഭൂമിയിൽ നടന്നതായ ചരിത്രം അതേ അവസരത്തില് എന്നും നമ്മിൽ നടക്കുന്നതായ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഉള്ളിലും മനസ്സിലും ബുദ്ധിയിലും സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും ഒക്കെയായിട്ട് നടക്കുന്ന ഈ ലോകത്തിലെ യാഥാർത്ഥ്യം. ഈ 2 അർത്ഥതലങ്ങളുണ്ട്. എല്ലാം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് അറിയുകയും ചെയ്യാം. അങ്ങനെ ശരീരാഭിമാനം, അതാണ് ജരാസന്ധൻ. അതുകൊണ്ടാണ്
അതിന് കംസനുമായി ഈ ബന്ധം. കംസൻ രജോഗുണത്തിൽ നിന്നിട്ടാണ് ശരീര അഭിമാനം ഉണ്ടാവുന്നത്. ആ രജോഗുണത്തെ കംസനെ കൃഷ്ണൻ സംഹരിച്ചു. അപ്പൊ ഈ ശരീരാഭിമാനം കൊണ്ട് കോപിച്ചു. അപ്പൊ ആ ശരീരാഭിമാനത്തെ എങ്ങനെയാ കീഴ്പ്പെടുത്തേണ്ടത്? പ്രാണനെ കൊണ്ട്, പ്രാണായാമം കൊണ്ട് കീഴ്പ്പെടുത്തണം. അതാണ് ഭീമന്റെ അക്കൗണ്ടിലോട്ട് മാറ്റി വെച്ചത്. വായുഭഗവാന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ആ ശക്തി കൊണ്ട്, പ്രാണായാമം കൊണ്ട് ശുദ്ധ കുംഭകത്തിൽ വേണം ഈ ശരീരാഭിമാനത്തെ ഇല്ലാതാക്കാൻ. അതുകൊണ്ടാണ് ജ്യേഷ്ഠനോട് പറഞ്ഞത് അയാൾ ഇപ്പൊ ഒന്നും ചെയ്യേണ്ട, വിട്ടയ്ക്ക. ഇങ്ങനെ 17 തവണ ശ്രമിച്ചു ജരാസന്ധൻ, നടന്നില്ല. 18ാമത് തവണ അയാൾ 23 അക്ഷൗഹിണി അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങുക. എന്താ 23 അക്ഷൗഹിണി? 23 പ്രകൃതി തത്വങ്ങളാണ്. മൂലപ്രകൃതിയിൽ നിന്നുണ്ടായ 23 പ്രകൃതി തത്വങ്ങൾ. അതാണ് 23 അക്ഷൗഹിണി. അങ്ങനെ 18ാം ആക്രമണത്തിന് വേണ്ടിയിട്ട് അയാൾ ഇങ്ങോട്ട് തയ്യാറെടുത്ത് വരികയാണ്. ഈ സമയത്ത് അങ്ങ് പടിഞ്ഞാറ് വശത്ത്, നമ്മുടെ രാജ്യത്തിന്റെ പടിഞ്ഞാറ് വശത്ത് യവനദേശം എന്ന് പറയുന്നത്, അവിടെ കാലയവനൻ എന്ന് പറഞ്ഞ അതിക്രൂരകർമാവായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരാ കാലയവനൻ എന്ന് അധ്യാത്മമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടന്നുപോയ അനേക ജന്മങ്ങളില് നമ്മൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ദുഷ്ടമായിട്ടുള്ള സങ്കല്പം, അതിന്റെ എല്ലാം ഫലം അതിങ്ങനെ ഈ രാജാവായിട്ട്, കാലയവനുള്ള രാജാവായിട്ട് വരികയാണ്.